ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മൾ അബുദാബിയിൽ യാസ് ബേയിലാണ്. ഇവിടെ വാട്ടർ ഫ്രണ്ടേജ് ആയിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഏരിയ തന്നെയാണ് കേട്ടത്. ഫാമിലിനൊക്കെ കൂട്ടിയിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയതും കറങ്ങാൻ പറ്റിയൊക്കെ നല്ലൊരു അടിപൊളി ഏരിയ തന്നെ. യാസ് ബേൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററാണ് യാസ് ബേക്ക് വരുന്ന ദൂരം. 35-40 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം തന്നെയാണ് യാസ് ബേ. നൈറ്റിലായിരിക്കും ഇവിടെ കൂടുതൽ കാണാൻ ഭംഗി. കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഷോ ആണ്. ഇവിടെ ഫോറിൻസ് പീപ്പിളാണ് കൂടുതലും ഇവിടെ വരാറുള്ളത്. കംപ്ലീറ്റ് കഫേ, റെസ്റ്റോറൻറ്റ്, ബാറ്, ക്ലബ്ബ് അങ്ങനെയുള്ള ഒരു ഏരിയയാണ്. കൂടുതലും കുറച്ച് ലക്ഷറി ക്ലബ്ബുകളും ലക്ഷറി റെസ്റ്റോറൻറ്റ്, ബാറ്, കഫേ, പ്രൈവറ്റ് ഹോട്ടല്, പ്രൈവറ്റ് ബീച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് നോക്കി കാണാൻ നല്ല രസമാണ്. ഈ വാട്ടർ ഫ്രണ്ടേജ് ഏരിയയാണ്. അതുപോലെ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ബോട്ട് ഉണ്ട്. 30 മിനിറ്റ് അതുപോലെ 1 hour ഒക്കെ നമുക്ക് ബോട്ട് സർവീസ് എടുക്കാൻ പറ്റും. വലിയൊരു പ്രതിമ ഇങ്ങനെ അപ്പുറത്ത് ബീച്ചിക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണ കണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു നിന്നു. ഇതൊരു സ്പൈസിന്നൊക്കെ വന്ന പോലെ ഒരു ലുക്കാണ്. ഇതുപോലെ പ്രതിമ അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് ഇങ്ങനെ നിൽക്കണതാണ്, ഇവിടെ ഒന്ന് ഇരിക്കണതാണ്. അതുപോലെ കുറച്ച് അപ്പുറത്ത് ഇത്യാദി അരണ ഭാഗത്തേക്ക് പോയാൽ അവിടെ ഒന്ന് കാണാം. ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു ആംബിയൻസാണ്, നല്ല ഒരു രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാം. ഈ വെള്ളത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വരിക. ഈ പോണാണ് വാട്ടർ ടാക്സി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാനും വാട്ടർ ടാക്സിയിൽ ഒന്ന് യാത്ര ചെയ്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ യാസ് ബേന്ന് അൽഖാന മറീനേക്കാണ് നമ്മൾ പോകുന്നത്. യാസ് ബേന്ന് 3 സ്റ്റോപ്പുകളാണ് ബോട്ട് സർവീസ് ഉള്ളത് വാട്ടർ ടാക്സിയിൽ. ഒന്ന് അൽഖാന മറീന, അത് കുറച്ച് ലോങ് ആണ്. പിന്നുള്ളത് യാസ് മറീന, യാസ് വാട്ടർ എഡ്ജ്, ആ രണ്ടാമത്തേത്. മൂന്നാമത്തേത് അൽമുനീറ, പോയിട്ട് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരുന്നത്. അത് ഏറ്റവും കുറഞ്ഞതാണ് ഈ അൽമുനീറ, 20 ദിറംസേ വരുന്നുള്ളൂ. അൽഖാന മറീനയ്ക്ക് വരുന്നത് ഏകദേശം 35 ദിറംസ് പെർ ഹെഡ് വരുന്നുണ്ട്. അതിൽ 2 വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, നമ്മളെ അബുദാബി യാസ് ബേയിലാണ്. അടിപൊളി ബീച്ചാണ്. അപ്പോൾ നമ്മളെ ബോട്ട് വരാനായി. ബോട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ 2 ബോട്ട് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട് വാട്ടർ ടാക്സിന്ന് എഴുതിയിട്ട്. അപ്പോൾ ഒന്നിക്ക് ഇതോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തില്ലാതായിരിക്കും. 5:30 പോയി നോക്കാം. ഇതാ ഇവിടുന്നാണ് നമ്മളെ എൻട്രൻസ് വരുന്നത്. ഇവിടുന്നാണ് ബോട്ടിക്ക് ഇറങ്ങുക. ടിക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റും. യാസ് ബേ വാട്ടർ ടാക്സി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ടൈമും കാര്യങ്ങളും ഏത് ഏരിയ ഒക്കെ പോകേണ്ടതെന്നുള്ളതൊക്കെ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ എൻട്രൻസിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ആ സമയത്ത് കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ നമുക്ക് പോകാൻ പറ്റും. ഈ സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 4:30 ആ സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഈ ഈവനിങ് ടൈമിൽ വരികയാണ് ഏറ്റവും നല്ല. വലിയ ചൂടൊന്നും ഇല്ലാതെ വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവർ മുന്നിലുണ്ട്. അപ്പോൾ 2 വാട്ടർ ടാക്സി ഉണ്ടായിരുന്നു അവിടെ. അതിലിപ്പോൾ അൽഖാന മറീനയ്ക്ക് പോകാൻ ഈ ഒരു ബോട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു മലയാളിയായിരുന്നു ഡ്രൈവർ, കോഴിക്കോട്ടുകാരൻ. പരിചയപ്പെടാം. പിന്നെ ഒരു ഗൈഡായിട്ട് ഒരാളൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പാസഞ്ചറായിട്ട് ഞങ്ങൾ 4 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോട്ടിലൊക്കെ കയറി ആളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നേരെ ഫ്രണ്ടിൽ പോയിരുന്ന് കംപ്ലീറ്റ് സീനറിയും കാര്യങ്ങളൊക്കെ നേരെ കാണാം, ആസ്വദിക്കാമെന്ന് കരുതി എല്ലാവരും നേരെ ഫ്രണ്ടിൽ പോയിരുന്നു. അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ പിടിച്ചിരിക്കണം, എണീക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കാനൊക്കെ ഒരു കമ്പണ്ടായി ഞാൻ പിടിച്ചിരുത്തിയതാണ്. അങ്ങനെ സ്റ്റാർട്ടാക്കുമ്പോഴൊക്കെ ചെറിയൊരു സ്പീഡിൽ പതുക്കെ പോയിന്നുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടാക്കി ഇവിടുന്ന് അങ്ങനെ തിരിച്ച് അൽഖാനയിലോട്ടുള്ള റൂട്ടിൽ ഇപ്പോൾ ഇങ്ങനെ പോവാണ്.
അൽദാർ പ്രോപ്പർട്ടീസ് ആണ് ഈ കാണുന്നത്. അൽദാറിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണ്, കോയിൻസ് ബിൽഡിംഗ്, റൗണ്ട് ബിൽഡിംഗ്. നമ്മളെ ഷെയ്ഖ് ഷാദ് റോഡിലൂടെ പോകുമ്പോൾ കാണുന്ന ആ ഒരു ഏരിയ ആണിത്. അൽറഹായുടെ ബാക്ക് സൈഡ്. ഈ കാണുന്നത് ഒരു ഐലാൻഡാണ്, ഒരു സമാലിയ ഐലാൻഡ് എന്നാണ് ഇതിന് പറയാം. അത്യാവശ്യം വിസ്താരമുള്ളൊരു ഐലാൻഡാണ്. ഞാൻ 1-2 ബോട്ടുകളൊക്കെ ആ ഭാഗത്ത് പോയി നിർത്തുന്നതും ടൂറിസ്റ്റുകളൊക്കെ പോണതൊക്കെ കണ്ടു ഞാൻ. പക്ഷേ എങ്ങനെ പോകേണ്ട കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല. സമാലിയ ഐലാൻഡ് എന്നാണ് പറയാം, ഗൂഗിൾ നോക്കിയാൽ കിട്ടും. ഈ മന്നാർ അബുദാബി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ തണുപ്പ് സീസണിലൊക്കെ ലൈറ്റ് ഷോ അങ്ങനെയുള്ള ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത് ഈ സമാലിയ ഐലാൻഡിലാണ് ഉണ്ടാക്കിയിരുന്നത്, മന്നാർ അബുദാബി എന്ന് പറഞ്ഞിട്ട്. ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഈ ബ്രിഡ്ജാണ് ഷെയ്ഖ് ഷാദ് ബ്രിഡ്ജ്. ഇത് പിന്നെ എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ ബ്രിഡ്ജിലൂടെ. ഷെയ്ഖ് ഷാദ് ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടിയും പോയി കഴിഞ്ഞാൽ അൽഖാന എത്തി, അൽഖാന മറീന. നമ്മളെ ബോട്ടിലെ ഡ്രൈവർ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, നമ്മളെ ഷെയ്ഖ് ഷാദ് മസ്കാണ് ആ കാണുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല ഷോ ആയിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ നമ്മൾ അബുദാബി അൽഖാന മറീനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മൾ ബോട്ടിലിരുന്ന്. ഇനി ഒരു 30 മിനിറ്റ് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റിട്ടേൺ ടിക്കറ്റിൻ്റെ ടൈമായി. എനിക്ക് തോന്നുന്നത് ഇതേ ബോട്ടിൽ തന്നെയാണ് നമ്മൾ റിട്ടേണും പോകുന്നത് തോന്നുന്നുണ്ട്. കാരണം അവരിവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇപ്പോൾ നമ്മളുള്ളത് അൽഖാന മറീനയിൽ. യാസ്ബേന്ന് ബോട്ട് വഴി എത്തി അൽഖാന മറീനയിൽ എത്തി. ഇവിടെ തന്നെയാണ് നമ്മളെ നാഷണൽ അക്വേറിയം ഉള്ളത്. പക്ഷേ അങ്ങോട്ടൊന്നും പോകാനുള്ള സമയമല്ല. 5:30 ബോട്ട് സ്റ്റാർട്ടാക്കി അരമണിക്കൂറിൽ നമ്മളിവിടെ എത്തി. 6:05 അവിടെ ഇറങ്ങിയത്. കറക്റ്റ് 6:30 തിരിച്ച് അവരെടുക്കും വണ്ടി. അപ്പോൾ 6:30 നമ്മൾ തിരിച്ച് ആ ബോട്ടിൽ തന്നെ കയറണം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ഈ കനാലിൻ്റെ മുകളിലേക്കുള്ളൊരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ മുകളിലപ്പോൾ ഉള്ളത്. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഭയങ്കര നല്ല അടിപൊളി ഷോ, നല്ല അടിപൊളി സീനറികളാണ് കാണാനൊക്കെ. അപ്പോൾ യാസ്ബേന്ന് അൽഖാന മറീനയ്ക്ക് വരികയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ് എടുക്കുമ്പോൾ മിനിമം ഒരു മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ട് എടുക്കുക. അത് നല്ലത്. 30 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കാണാനും കറങ്ങാനും ഉണ്ട്. പക്ഷേ നമുക്ക് അതിനൊരു സമയം കിട്ടിയില്ല. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, ഒരു 1 hour 1.5 hour ഗ്യാപ്പ് ഇട്ടിട്ട് റിട്ടേൺ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റിക്കറങ്ങാം. ഇവിടെ മറ്റേ അക്വേറിയം ഉണ്ട്, അക്വേറിയത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് കറങ്ങാൻ ഉള്ളൊരു സമയം കിട്ടും. അപ്പോൾ ആ കാണുന്നതാണ് അബുദാബി നാഷണൽ അക്വേറിയം. അപ്പോൾ അക്വേറിയത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോകണില്ല, സമയമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് അക്വേറിയം ഒന്ന് കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു പോവാണ്. ഇവിടെ നിന്ന് നോക്കിയ ഷെയ്ഖ് ഷാദ് മസ്ക് ഇങ്ങനെ കാണാൻ പറ്റും. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഷെയ്ഖ് ഷാദ് മസ്കാണ് ആ കാണുന്നത്.
യാസ്ബേക്ക് തിരിച്ച് പോവാണ് വാട്ടർ ടാക്സിയിൽ. നമ്മളെ ബോട്ട് ഇവിടെ റെഡിയാണ്. അത് കയറി. ഈ റൂട്ടിൽ കാണേണ്ട കാഴ്ചകൾ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഫുള്ള് ലക്ഷറി വീടുകളും അതേപോലെ ഹോട്ടലുകൾ, അങ്ങനെ പല തരത്തിലുള്ള കാഴ്ചകളും സൂര്യാസ്തമയമൊക്കെ നമുക്ക് ഈ ബോട്ടിലിരുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരുപാട് ആൾക്കാർ ബോട്ടായിട്ടും ഈ ജെറ്റ് സ്കി ആയിട്ടൊക്കെ ഇങ്ങനെ റൈഡ് നടത്തിയിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലവും അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു 1 hour കൊണ്ട് നമുക്ക് 1 and 2 hour മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി, നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലൈറ്റ് ഹൗസ്. അത് ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ യാസ്ബേൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ യാസ്ബേൽ എത്തിയപ്പോൾ തന്നെ ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ച് ഏകദേശം ഒരു നൈറ്റ് ലുക്കായിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഷോ ആണ് ഇവിടെ കാണാൻ. നല്ല രസമാണ്. ഇവിടെ നമുക്കിങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണെന്നൊക്കെ പറയുന്നേക്കാം. ഇവിടെ ഒരു പബ്ലിക് ബീച്ചിൻ്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പബ്ലിക് ബീച്ച് ഓപ്പൺ ആവും കുറച്ച് കൂടി കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ. നമ്മളെ ബോട്ടിൻ്റെ ഡ്രൈവ് ചെയ്തിരുന്ന ഗൈഡ് ചെയ്തിരുന്ന നിങ്ങളെ പേരെന്താ? രാകേഷ്. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം. അപ്പോൾ ഒരുപാട് പറഞ്ഞു ഞങ്ങൾക്ക്, ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്നു രാകേഷ് ചേട്ടൻ. താങ്ക്സ് രാകേഷ് ചേട്ടൻ. അവിടെ ഇരിക്കുക സീറ്റിലിരിക്കുക. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. Okay, my friend, thank you. Your name? Good name? Okay, thank you for getting me. അപ്പോൾ വാട്ടർ ടാക്സിയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് യാസ്ബേൽ ചുമ്മാ ഒന്ന് കറങ്ങി. അത്യാവശ്യം ക്രൗഡൊക്കെ ആയി തുടങ്ങിയിരുന്നു. യാസ്ബേൽ നൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.